ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സ്നാക്സുകളുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ ആദ്യം തന്നെ കക്കറോട്ടിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സീൻ്റെ ചെറിയ ചാറിലേക്ക് ഒരു അരമുറി തേങ്ങയിൽ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയുള്ളി കുറച്ച് ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു 4 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, അതൊരു 1/4 ടീസ്പൂണോളം മതിയാവും. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല അരയണ്ട, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. ഞാനൊന്ന് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊടി വാട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാരണ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പത്തിരിപ്പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ തേങ്ങൻ്റെ മിക്സ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിതവിടെ 1 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം നല്ലതുപോലെ തിളച്ച് പൊടിയിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലപോലൊരു നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു പരുവത്തിലേക്ക് ഇതാക്കിയെടുക്കുക. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് ഇനി നമുക്കിത് ചൂടോട് തന്നെ കുഴച്ചെടുക്കണം. ഇതൊരു ടാസ്ക്കാണ്, എന്നാലും കൈ പൊള്ളാണ്ട് നമുക്ക് എന്ത് ചെയ്യുക, കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ കൈ പൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്തിട്ടാണ് ഞാനത് കുഴച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ കയ്യിലൊക്കെ പറ്റി പിടിക്കുന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല ചൂടുണ്ട്, ആ ചൂടോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുഴച്ചെടുക്കുക. എന്നാലാണ് അത് കറക്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിക്കും, ഒരു ഇങ്ങോട്ട് സോഫ്റ്റായിട്ട് കിട്ടൂല. അതുകൊണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക, കുഴയ്ക്കാൻ ശ്രദ്ധിക്കുക. ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് കുഴച്ചാൽ പിന്നെ ചൂട് കയ്യിലേക്ക് തട്ടൂല കേട്ടോ. ഗ്ലൗസ് ഒന്നുമില്ല, നമ്മൾ സാധാരണ എങ്ങനെയാണ് കുഴക്കുന്നത് അതുപോലെ തന്നെ കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നിട്ട് ചെറുതായിട്ട് കുഞ്ഞിപ്പത്തിരീൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഉരുട്ടിയെടുക്കുക. ഇതാ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഉരുട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പണിയാട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം ചെറുതായിട്ട് വേണം ഇതൊന്നിട്ട് പത്തിരിയാക്കി എടുക്കാൻ. കുഞ്ഞിപ്പത്തിരി അല്ലെങ്കിൽ കുഞ്ഞുറോട്ടി എന്നൊക്കെ പറയും കേട്ടോ. ഇത് കക്കറോട്ടി, ആണപ്പത്തിരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണിത്. അപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് നേരെ ആവി കയറ്റാൻ വെക്കുകയാണ്. അതിൻ്റെ മുന്നായിട്ട് ഞാനിതിലേക്ക് വേണ്ട കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിതാ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു 3 ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് ഒരു 4-5 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കണം. നമ്മളിത് മുളക് പൊടിയേയും കാട്ടിയും ഈ ഒരു പച്ചമുളകിൻ്റെ എരിവാട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തോ, നമ്മളങ്ങനെ വാട്ടിയൊന്നും എടുക്കുന്നില്ല. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 കിലോത്തോളം ബീഫ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതുപോലെ ഒരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒക്കെ നിങ്ങൾ ഇറച്ചി എടുക്കുന്നതിൻ്റെ അളവിന് അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. നല്ല തീയുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല, അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് 5-6 വിസിലിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ അടി കൂട്ടി ഇളക്കി കൊടുക്കുക. പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതവിടെ വേവട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞിപ്പത്തിരി ഏകദേശം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുക. ഇതാണല്ലോ കുറച്ച് ഉണ്ടാക്കാൻ പണി. അപ്പോൾ ഇതാദ്യം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്.
ഇനി പണിയൊന്നുമില്ല, ഇനി സിമ്പിളാണ്. നല്ലോണം ഈ ഒരു കുഞ്ഞിപ്പത്തിൽ വെന്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ തണിച്ചെടുക്കണം. തണിച്ചെടുത്തതിന് ശേഷം കറി ഒന്ന് നോക്കാം. കറി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും ചെറിയുള്ളിയും നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ തേങ്ങയും ചെറിയുള്ളിയും അതുപോലെ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളാണ്, പക്ഷെ ആ ഒരു കുഞ്ഞിപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ സമയം എടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ അരച്ച അരപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കറിയിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഇനി സിമ്പിളാണ്. ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്തായിരുന്നു കറീൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എന്തായാലും കുറച്ച് ആവശ്യമായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ആ തണിച്ച് വെച്ച ആ ഒരു കുഞ്ഞിപ്പത്തിലില്ലേ, അതിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കറിയും കുഞ്ഞിപ്പത്തിലും കൂടി മിക്സ് ആയാൽ നമ്മൾ കക്കറോട്ടി റെഡി. നമ്മളിവിടെ പറയുക കുഞ്ഞിപ്പത്തിൽ എന്നാണ്, പക്ഷെ ഇത് തലശ്ശേരി ഭാഗത്തൊക്കെ പറയുക കക്കറോട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, പക്ഷേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണിഞ്ഞ് വരുമ്പോൾ തന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റി ആ ഒരു പിന്നെ റോട്ടിയിലേക്ക് ഈ ഒരു കറിയൊക്കെ മിക്സ് ആകുമ്പോൾ തന്നെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്കിതാ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിതിൻ്റെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് മെയിനായിട്ട് നോമ്പിനൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടൊരു പോള തയ്യാറാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്താ വെച്ചാൽ അധികം വലുപ്പം വേണ്ട, ചെറിയ ചെറിയ പീസാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടുമായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നടു ഒന്ന് മുറിച്ച് കൊടുക്കുന്നതെന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഞാനവിടെ ഉമ്മ ചെമ്മീൻ പൊരിക്കുന്ന ഓയിലുണ്ടായിരുന്നു, അത് എടുത്തെന്നുള്ളൂ. നിങ്ങൾ സാധാരണ സൺഫ്ലവർ ഓയിൽ എടുക്കുകയാണെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അത് 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക, അടുപ്പത്തേക്ക് വെക്കാം. ഇതവിടെ നല്ലപോലെ വെന്തിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോരി മാറ്റിയെടുക്കാം. ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കങ്ങോട്ട് മാറ്റിയെടുക്കാം. ഫ്രൈ ചെയ്യുമ്പം ആ ഒരു മസാലക്കൂട്ട് ഫുള്ള് അതിലേക്ക് പിടിപ്പിച്ചെടുക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതേ പാനിലാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രം നമുക്ക് ഒഴിവാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം, അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയാൽ മതി, കടിക്കാൻ പാകത്തിന് മതി, വലിയ വലിയ പീസാക്കരുത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, ഒക്കെ ടീസ്പൂണാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു കെച്ചപ്പും ആ ഒരു ഉള്ളീൻ്റെ മിക്സൊക്കെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആവുന്ന തരത്തിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. ആ ഒരു എണ്ണയോട് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് എൻ്റെ കയ്യിലില്ല, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. മസാല സെറ്റ് ചെയ്യണ്ടേ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ, അതുപോലെ കുറച്ച് പാകത്തിന് ഉപ്പ്, നിങ്ങളെ പാകം എങ്ങനെയാണ് അങ്ങനെ ഉപ്പ്, 2 കോഴിമുട്ട, ചെറുതാണെങ്കിൽ 3 എടുക്കുക, വലുതാണെങ്കിൽ 2 കോഴിമുട്ട എടുക്കുക. ഈ ഒരു മൈദൻ്റെ മിക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, അത് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ആവശ്യം. അതൊരു 1 ടീസ്പൂണോളം മതിയാവും കേട്ടോ. അതും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി, പിന്നെ പാലൊരു 3/4 കപ്പോളം വേണം. ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ഒന്നും കൂടി കുറച്ചുകൂടി കുറച്ച് ഇത് ലൂസാവുന്നവരെ നമ്മൾ പാല് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി, അതൊരു 1/4 ഗ്ലാസ്സോളം മതിയാവും. ഒരു 3 ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. ഇതേപോലെ ഒരു ലൂസ് ബാറ്ററിൽ വേണം ചെയ്തെടുക്കാൻ. നമുക്ക് മൈദ ദോശയൊക്കെ അല്ലേ, അതിലും കുറച്ചുകൂടി ലൂസായിട്ട്. അപ്പോൾ അതാ നമുക്ക് അത് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഞാനിതാ പോള ഉണ്ടാക്കുന്നൊരു ചെമ്പാടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലെ മസാല ചേർത്ത് കൊടുക്കുക. ഞാനൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് സെറ്റായി ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു മസാലേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഈ സമയം തന്നെ ഞാൻ അടിയിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കരിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കുക കേട്ടോ. ഒരു മൂടിയോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു തവ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് പിന്നെയും ഇതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കുകയാണ്. 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ 1 ലെയറായിട്ടും ചെയ്യാം. 2 ലെയറാണെങ്കിൽ കുറച്ചുകൂടി കട്ടി കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. മസാല അതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. പിന്നെ ആ ഒരു മൈദൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടി പിടിക്കും. അതുകൊണ്ട് അടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചതിന് ശേഷം മാത്രം വെക്കുക, അല്ലെങ്കിൽ കുറച്ച് പണിയായി പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സ്ലൈസ് ആക്കിയിട്ടുള്ള തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. ചേർത്ത് കൊടുത്താൽ പിന്നെ നല്ലതാട്ടോ. പിന്നെ ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ല മൊഞ്ചുണ്ടാവും കാണാൻ. മൊഞ്ചിന് വേണ്ടി മാത്രം ചേർക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെച്ചൊരു 10-25 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കാം. എന്നിട്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മറിച്ചിട്ടിട്ട് അതായത് മേലെ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ ഇത് കത്തിക്കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ആ ഒരു അടിഭാഗമൊക്കെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് വേവിച്ചപ്പോൾ എനിക്കൊരു പണിയായിപ്പോയി. ഞാൻ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പുറം എന്തോ ഒരു പണിയെടുക്കാൻ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അധികമൊന്നും കരിഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ്. തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആ മസാല ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ ചാൻസ് ഉണ്ട്. അതാ ഞാനിതിൻ്റെ വശം ഒന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഇത് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത സ്നാക്സ് നോക്കിയാലോ. ഞാനിതാ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ പോക്കറ്റ് ഷവർമയാണ് ചെയ്തെടുക്കുന്നത്. ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് റെഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചിടാണ്ട് ഇങ്ങനെ ഓരോ എല്ലാം ഓരോ പീസായിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യുക. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് പൊരിയാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവും ചെയ്യണം, ഫ്രൈ ആവുകയും ചെയ്യണം. അതിന് വെച്ചിട്ട് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും ഞാൻ ബ്രെഡൊക്കെ എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡും അതുപോലെ ആ ഒരു അതിൻ്റെ ഒരു മൂലയൊക്കെ അല്ലേ, ഞാനതാ ചെയ്യുന്ന പോലെ നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. അതാകുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ആ കോണ് അങ്ങോട്ട് മുറിച്ച് കളയുക. ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, ഫുള്ള് കട്ട് ചെയ്യാൻ നിൽക്കണ്ട, ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ അതും അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ബാക്കി വന്ന ആ ഒരു സൈഡൊക്കെ മുറിച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ചിക്കന് ഏകദേശം നല്ലപോലെ ഫ്രൈ ആയി ഉണ്ടാവും, അതുപോലെ വെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം മാറ്റാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി അവിടെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബ്രെഡ് ക്രംസൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയും ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മിക്സിലേക്ക്, മൈദൻ്റെ മിക്സിലേക്ക് ബ്രെഡ് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്കും ഇത് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഞാൻ ആ മൈദ ചെയ്തതില്ലേ ക്യാമറ ഓഫായി പോയിക്ക്, അതാ കിട്ടാണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് ലൂസിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മുക്കാം. മുട്ടയിലൊക്കെ ആകുമ്പോൾ ഒരു മുട്ടേൻ്റെ ടേസ്റ്റ് വരും, അതാണ് ഈ മുട്ടയെ ചെയ്തെടുക്കാത്തത്. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടാക്കിയിട്ട് നല്ല ചൂടായതിനു ശേഷം മാത്രം പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ ബ്രെഡാണ് നല്ല പോലെ എണ്ണ കുടിക്കും. അതുകൊണ്ട് നല്ല പോലെ ചൂടായതിനു ശേഷം ഇതേപോലെ മേലേക്ക് എണ്ണാക്കി കൊടുക്കുക. അപ്പോൾ ബ്രെഡ് നല്ല പൊങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മേലേക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ കോരിയെടുക്കുക. അതായത് എണ്ണയൊക്കെ തീരെ കുടിക്കാണ്ട് തന്നെ കോരിയെടുക്കുക. രണ്ടാമത്തെ ഞാനൊന്ന് കാണിച്ചു തരാം. ബ്രെഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ, അതുപോലെ നല്ലപോലെ മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് കോരി മാറ്റാം. എല്ലാം ഞാനിതുപോലെ തന്നെ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിലല്ല, അങ്ങനെ രണ്ടായിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ കോണാക്കുക, അല്ലെങ്കിൽ നടുങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്സും കൂടി റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ ഉള്ളിയും ക്യാരറ്റും അതുപോലെ കസ്സുമാണ് ഇട്ട് കൊടുക്കുന്നത്. കസ്സാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിലൊരു ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു സലാഡാണ് ഇട്ടത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കന് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ, അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്നിൽ കത്തി വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ കൈ കൊണ്ട് കുഞ്ഞു പീസാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. കുറച്ച് പണിയാണ്. അല്ലെങ്കിൽ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം വേണമെന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ മിക്സിയിലൊന്നും അടിക്കണ്ട, അതാകുമ്പോൾ ഒരു കുഴഞ്ഞ പോലെ ഉണ്ടാവും. എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ പൊടികൾ ആവശ്യമൊന്നുമില്ല, ഇത്ര മാത്രം മതി. നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മയോണീസ് ചേർത്ത് കൊടുക്കാം. ഞാനിത് അവിടെ വെജിറ്റബിൾ മയോണീസാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് കെച്ചപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്നും അധികം ആക്കരുത്, അധികം ആക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് മയോണീസൊക്കെ 1-2 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട. കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ മതി. മയോണീസ് എടുക്കുന്നതിൽ ഒരു 1/4 ഭാഗം മാത്രം മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക. ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ പോയിട്ട് കുറേ പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ ഇഫ്താർ റെസിപ്പിക്ക് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന വിശീൽ എൻ്റർടൈൻമെൻറ്റ്.